ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ട്യൂഷൻ പിള്ളേരെയും കൊണ്ട് ചെറിയൊരു ട്രിപ്പിന് വന്നിക്കാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഗുരുവായൂർ ആനക്കൊട്ടിൽ കാണാനാണ് വന്നത്. അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യായി. ഇഷ്ടംപോലെ ആളുകളുണ്ട്, കെട്ടിയിട്ടുള്ളതോ കുളിക്കണതോ. അവിടെ ഒരാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. പിന്നെ കുറെ ആളുകളുണ്ട് കേട്ടാ. മതപ്പാട് വന്നവർക്കൊക്കെ 2-3 ചങ്ങലിട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആളുകളാ, കാണാൻ നല്ല നല്ല രസമുള്ള ആളുകളാ. രാവിലെ തന്നെ അവരൊക്കെ കുളിച്ച് അടിപൊളിയായിട്ടാ നിൽക്കണത്. പെണ്ണാനയാണ് കണ്ടോ, പെണ്ണാനിക്ക് കൊമ്പുണ്ടോ? ഇല്ല, മോഴാനയാണിത്. ഇത് കണ്ടില്ലേ ഒരു പെണ്ണാന, അതിന്റെ പേര് ദേവി എന്നാണ്. കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഈ ആനകളെയൊക്കെ കെട്ടിയിട്ടിട്ട് ഇവര് ഭയങ്കര പണി ജയിക്കലും പ്രശ്നങ്ങളുണ്ടാക്കലൊക്കെ ആവുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ രാവിലെയാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ സമയം ഒരു 9:30-10 മണി ഉണ്ടാവില്ല. ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് അവര് എന്താ പറയാ, ആനയ്ക്ക് തീറ്റ കൊടുക്കുന്നു. ആന അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല കൊമ്പുള്ള ആനകളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോ തന്നെ കണ്ടത് ഒരു മോഴാനയാണ്. ഈ ആനയെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടികള് കണ്ടോ, അതില് പതപ്പാടുള്ള ആലയാണ്. നല്ലതായിട്ട് കുറുമ്പ് കളിക്കുന്നുണ്ട് അവൻ. ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അവന്റെ കൊമ്പ് കണ്ടോ, നല്ല നല്ല വലിയ കൊമ്പാണ്. പക്ഷെ അവൻ അവിടെ നിന്നിട്ടല്ലേ നന്നായിട്ട് പതപ്പാടുള്ളത് കൊണ്ട് അവിടെ നിന്നിട്ട് അവൻ അവൻ്റെതായ രീതിക്കൊക്കെ കുറുമ്പ് കളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇതൊരു പെണ്ണാനയാണ്, ഏകദേശം പ്രസവിക്കാറായിട്ടുള്ള ആനയാണ്. അവൾക്ക് അത്യാവശ്യം കുറുമ്പൊക്കെ ഉണ്ട്. ഡാൻസ് കളിക്കണതൊന്നല്ല, അവ കുറച്ച് കുറുമ്പലാണ്. അവന്റെ കണ്ണ് കണ്ടോ, കണ്ണ് എഴുതിയ പോലെ ഉണ്ട്. ഹായ്, അപ്പൊ നമ്മുടെ ഈ ആനാന്ന് വെച്ചാൽ ഇച്ചിരി വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇച്ചിരി വയസ്സൊക്കെ ആയ ഒരു ആണാനയാണിത്. ഇതിന്റെ അപ്പുറത്തേക്കത് നല്ല രസമുണ്ട്. എന്താ, കുളിച്ച് ചന്ദനൊക്കെ തൊട്ട് നല്ല രസത്തിലാണ് നിക്കുന്നത്. പക്ഷെ ഇതൊരാളാണ് കേട്ടോ. ഇവനും നമ്മൾ നേരത്തെ കണ്ടവിടെ കുളിച്ച് ചന്ദനൊക്കെ തൊട്ട് നിൽക്കുന്നുണ്ട്. ഇവൻ ഇച്ചിരി കുറുമ്പനാണ് കേട്ടോ. കാരണം കാലിലൊക്കെ ചെങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അവൻ പട്ടൊക്കെ എടുത്തിട്ട് അവന്റെ പുറത്തോട്ടൊക്കെ എറിയാണ്, കുറുമ്പ് കാണിക്കാണ് കേട്ടോ. പട്ടൊക്കെ എടുത്ത് എറിയണൊക്കെ ഉണ്ട്. നല്ല കുറുമ്പനാനയാണ്. ചെവിയിലും ചന്ദനൊക്കെ തൊട്ട് നല്ല രസമായിട്ടാണ് ആള് നിക്കണത്. അപ്പൊ ഈ ആനയും ഒരു ആണാനയാണ്. കൊമ്പൊക്കെ നല്ല വലിപ്പമുള്ള ഒരു ആനയാണ്. ഇവനും അത്യാവശ്യം കുറുമ്പുള്ള ചെങ്ങലയിൽ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവനും ആടി 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 ഡാൻസ് കളിക്കുന്നവൻ ആടി ആടിയാണ് നിക്കുന്നത് കേട്ടോ. നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് ആടി ആടി നിൽക്കുന്നുണ്ട്. ഇവനും ചന്ദനൊക്കെ തൊട്ടിട്ടുണ്ട്. വെള്ള കളറിലാണ് ഒരു ചന്ദനൊക്കെ തൊട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ.